എൻ്റെ അടുത്ത് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. പോരട്ടെ തള്ളേ, ഇന്ന് നിങ്ങൾ തീർന്നു. പാടി. ഓ ചിരിച്ച് ചിരിച്ച് വായൊക്കെ വേദന എടുക്കുന്നു. അമ്മ ഈ കല്യാണത്തിന് ഇത്രയും പേര് എങ്ങനെ വിളിച്ചു വന്നു? സത്യം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്തിന്? അല്ല, നാളെ മുതൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ആര്? രാവിലെ എണീറ്റ് ഐശ്വര്യമായിട്ട് എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വരിക, പിന്നെ അടുക്കള പണികൾ, മറ്റ് വീട് പണികൾ എല്ലാം ചെയ്യണ്ടേ? ഞാൻ. ആര് പറഞ്ഞു ഇതിനാണ് എന്നെ കെട്ടിക്കൊണ്ടു വന്നത്? നാളെ തൊട്ടേ ഈ വീട് ഭരിക്കാൻ പോണത് ഞാനായിരിക്കും. എങ്ങനെ? വീട് ഭരിക്കാൻ പോണത് ഞാനായിരിക്കും. ഒന്നുകൂടെ പറ. എന്തോന്ന് കാണിക്കുന്നു? ആരെങ്കിലും കേട്ടാലോ? കേട്ടോ മോളെ, ഇവിടെ ജയന്തി ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിരിക്കാനും ഒരു അത്യാവശ്യം വന്നാൽ ഞാൻ മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഓ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ലേറ്റാന്നിട്ട് നേരത്തെ വന്നാ? അല്ല, ഞാൻ എന്താണ് ഈ കാണുന്നത്? അടുക്കളയിൽ കയറൂല, വീട് ഭരിക്കണം, എന്തൊക്കെ തള്ളായിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞാടാ? അവൾ തമാശക്ക് പറഞ്ഞതായിരിക്കും ചേച്ചി. തള്ള നീ വാ. നീ നാളെ എടുത്തു. ഇനി അമ്മ അതൊക്കെ ഫണ്ണായിട്ട് എടുക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല. വാ. ശരി. ചേച്ചി, മോള് തമാശ പറഞ്ഞതല്ലെങ്കിലോ? അവളൊരു പാവം കൊച്ച്. എനിക്കെന്തോ ആ കിളവിയെ പണ്ട് തൊട്ട് ഇഷ്ടമല്ല. എപ്പോ താഴെ വന്നാലും അമ്മയായിട്ട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കും. ഷേ, എനിക്കങ്ങനെ പ്രശ്നക്കാരിയായിട്ടും തോന്നിയില്ല. ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് ആകെയുള്ളൊരു കമ്പനിയല്ലേ. മൊത്തത്തിൽ ഒരു നെഗ് വൈവാണ്. അവരുള്ളപ്പോൾ ഞാൻ താഴോട്ട് പോകാറില്ല. അതൊക്കെ പോട്ട്. ഒരു ലോഡ് ഗിഫ്റ്റ് ഇരിപ്പുണ്ട് പൊളിക്ക്. നമുക്ക് പൊളിച്ചു നോക്കണ്ടേ? മടി. ഓ പിന്നെ മടി. ഇങ്ങ് വാ. വയ്യടി. വാ, എണീക്ക്. മോളെ ഇങ്ങ് വാ. പോയിട്ടോ. കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. ഹലോ രേവു. ഇനി നമ്മുടെ മാനേജറെ വിളിച്ചു. ബാംഗ്ലൂരിലുള്ള പുതിയ പ്രോജക്റ്റ് ഹെഡ് ചെയ്യണം ഞാനാണ്, വിത്ത് സാലറി ഹൈക്ക്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അമ്മ എവിടെ? അമ്മതാ. അമ്മ. ഓ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല മോനെ. മോളെടുത്ത് പറഞ്ഞത് കേട്ടു. ആണ്, എന്നാലും പറയണല്ലോ. മാനേജർ വീണ്ടും വിളിക്കണം. സാർ. എന്ത് ചേച്ചി വല്ലാതിരിക്കുന്നേ? അല്ലേടി, അവൻ എന്ത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും എൻ്റെ അടുത്താണ് ആദ്യം പറയുന്നത്. ഇനി അതൊക്കെ മാറുമല്ലേടി? എന്തിനു മാറണം? കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ടേ നമ്മുടെ പിള്ളേരെ സ്വഭാവം മാറുന്നത് അത്ര നല്ല കാര്യമാണോ? അല്ല, നമ്മുടെ പിള്ളേരുടെ മേലെ എപ്പോഴും ഒരു പിടുത്തം നമുക്ക് വേണം. ഇനി അത് മരുമക്കളുടെ മേലായാലും ചെയ്യുക തന്നെ വേണം. ഇടി പാവാട മടക്കും പോലെ മടക്കാതെ ഷർട്ട് മടക്കും പോലെ മടക്ക്. തുടരുത്. അവിടെ പോയി ഞാൻ ചെയ്തോളാം, നീ കണ്ടാ മതി. എന്നാ പിന്നെ തന്നെത്താൻ അങ്ങോട്ട് ചെയ്യും. എടാ, നീ മീറ്റിംഗ് കഴിഞ്ഞ് 2 ദിവസത്തിൽ വരൂലേ? അടുത്ത ആഴ്ചയാണ് രായണിയുടെ വീട് പാല് കഴിച്ച്. നീ വന്നിട്ട് വേണം ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാൻ. അത് ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമോ? ഞാൻ എന്തായാലും വെള്ളിയാഴ്ച വരും. പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് എന്താണ് വാങ്ങിച്ചോണ്ട് വരണ്ടേ? എനിക്കൊന്നും വേണ്ട, അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. അവളുടെ ലിസ്റ്റൊക്കെ ഓൾറെഡി സെറ്റാക്കി ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വല്ലതും വേണമെങ്കിൽ പറ അമ്മ. എനിക്കൊന്നും വേണ്ട, നീ പാക്ക് ചെയ്തിട്ട് വരാൻ നോക്ക്.
കണ്ട ഇങ്ങനെ വേണം മടക്കാൻ. ഓ വാ. മോളെ, അവൻ അവിടെ പോയി എത്തിയോ ഇല്ലയോ എന്ന് വല്ലതും വിളിച്ചായിരുന്നാ? വിളിച്ച് പറഞ്ഞായിരുന്നമ്മ. പക്ഷെ ഇനിയിപ്പോ എന്തോ തിരക്കായിരിക്കും, അതുകൊണ്ട് വൈകിട്ടേ വിളിക്കാൻ പറ്റുള്ളൂ നമ്മ അടുത്ത് പറയാൻ പറഞ്ഞു. അല്ല മോളെ, നീ എന്ത് ചെയ്യുന്നേ? അത് പിന്നെ അമ്മ പണ്ട് തൊട്ടേ ഉള്ള ശീല. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ ഇതുപോലെ കിച്ചണിലെ നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിച്ച് സാധനമൊക്കെ സെറ്റാക്കി വെക്കാനേ. ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, അതുകൊണ്ട് ഇതൊന്നും ഇവിടെ വേണ്ട. ആരെങ്കിലും വീട്ടിൽ കയറി വന്നാലേ കടുക് ഏത് ഉലുവ ഏതും തിരിച്ചറിയാത്തവരാണ് ഇവിടെ ഇരിക്കണമെന്ന് വിചാരിക്കൂലേ? അയ്യോ അതുകൊണ്ടല്ല അമ്മ, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പം കാണാൻ നല്ല രസമല്ലേ, അതുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. മോക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലേ ഷോക്കേസിലുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചോ. അടുക്കളയിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നിക്ക്, ഈ ഒട്ടിച്ചതിനെ ഒന്ന് ഇളക്കിയിട്ടിട്ട് പോണേ. അയ്യേ, ഈ ചെടിയൊക്കെ റൂമിൽ വെച്ചാ ചെളിയാവൂലേ? ഇത് പിന്നെ നമ്മുടെ റൂമല്ലേ അമ്മ. അഥവാ അങ്ങനെ ചെളി എന്തെങ്കിലും ആവണമെങ്കിൽ ഞാൻ തന്നെ തുടച്ച് വൃത്തിയായിക്കോളാം. അമ്മ സങ്കടപ്പെടണ്ട. നിന്റെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. തൊട്ടേന് പിടിച്ച് നല്ല ചൊറിയാണ് എന്റെ അടുത്ത്. എനിക്കെങ്ങനെ അറിയാം? ഈ വീട്ടിൽ ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ല. അടുക്കളയെല്ലാം ചെയ്താ കുറ്റം, നമ്മുടെ റൂമിലെല്ലാം ചെയ്താ കുറ്റം. എന്താണിത്? എടി, നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലേ. ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കാം. ഓ, അപ്പൊ വിളിച്ച് പരാതി പറച്ചിലൊക്കെ ഉണ്ട് അല്ലേ? അല്ല, ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നിന്റെ ഭാര്യ വിളിച്ച് പറഞ്ഞത്? ഒരാളെ വിളിക്കുമ്പോൾ മറ്റേ ആൾ ചൊറിയണമെന്ന് പരാതി പറയും, മറ്റേ ആളെ വിളിച്ച് അടുത്ത ആൾ കള്ളം പറയണമെന്ന് പറയും. ഞാൻ എന്റെ തേര് വിശ്വസിക്കും? വിശ്വസിക്കണ്ട, ഞാൻ പറയണ മാത്രം നിങ്ങൾ വിശ്വസിക്കണ്ട. ഇന്നും കൂടെ ആ ശീലേന്റെ വന്നപ്പോ എന്നെ നിർത്തിക്കൊണ്ട് കുറ്റം പറഞ്ഞോളൂ നിങ്ങളുടെ അമ്മ. ഇങ്ങനെ പോയാൽ മറ്റുള്ള വീട്ടുകാർ എന്നെ കുറിച്ച് എന്തോ വിചാരിക്കും? അമ്മ അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അത് മോശമാവൂ. ശീല ഇരിക്കുമ്പോൾ അവള് 10:30ക്കാണ് ഉറക്കം എണീറ്റ് വന്നത്. ഇപ്പോഴാണോ എണീറ്റ് വന്നതെന്ന് ചോദിച്ചു. അതാ ഒരു കുറ്റമാണോ? നീ പോയതിന് ശേഷം അവള് ഇന്ന് വരയ്ക്കും ഒരു പണി ചെയ്തിട്ടില്ല. അപ്പൊ അതോ? അമ്മയ്ക്ക് പ്രായമായി, നിന്നെ കൊണ്ട് പറ്റും പോലെ നീ അമ്മയെ സഹായിച്ചിരിക്കുന്നത് മോശം കാര്യം തന്നെയാണ്. അതിനെന്നെ സഹായിക്കാൻ വിട്ടിട്ട് വേണ്ടി ഞാൻ അടുക്കളയിൽ കയറി എന്ത് ചെയ്താലും കുറ്റം. ഞാൻ വല്ല കറി ഉണ്ടാക്കിയാൽ അത് മോശം. എന്നാ നിങ്ങളുടെ അമ്മയെ സഹായിക്കാന്ന് പറഞ്ഞ് ഞാൻ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കില്ല എന്നുള്ള ഒരേ വാശി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം കൂടെ കെട്ടിപ്പറക്കി എന്റെ വീട്ടിൽ തിരിച്ചു പോകും. നീ ബൈ, ഞാൻ വന്നിട്ട് നോക്കാം. പെട്ടി ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ പിടിച്ചോളാം. എന്ത് പറ്റി? ഇടി, നീയും അമ്മയായിട്ട് എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം? നീ എന്തിനാണ് ഒന്ന് പറഞ്ഞ രണ്ടിനും എടുത്ത് വഴക്കുണ്ടാക്കാൻ പോണത്? ഒരു പ്രായമുള്ള സ്ത്രീയല്ലേ, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഓ, ഇപ്പൊ ഞാനായില്ലേ പ്രശ്നം? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. നീ നിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. ഡി, അമ്മ, ഞാൻ 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ എന്തൊക്കെ പുകിലാണ് ഉണ്ടായത്. അല്ലെങ്കിൽ തന്നെ അവൾ ഈ വീട്ടിലോട്ട് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. നമ്മുടെ വീടും പരിസരമൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ അവൾക്ക് കുറച്ച് സമയം കൊടുക്കണ്ടേ? അല്ലാതെ അമ്മ തൊട്ടേനും പിടിച്ചതിനൊക്കെ അവളുടെ അടുത്ത് ഇങ്ങനെ പോരിന് പോയാൽ അവളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഓ, അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത് അല്ലേ? എടാ, നീ ഒരുപാട് മാറിപ്പോയി. കല്യാണം കഴിഞ്ഞിട്ടേ നീ ഒരുപാട് മാറിപ്പോയി. ഒരാളെ സപ്പോർട്ട് ചെയ്ത് മറ്റേ ആളടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ രണ്ടുപേരും നമ്മെ അടിച്ച് പിരിയും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പാല് കാച്ചല്ലേ? അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, പൈസ ഒന്നും നോക്കണ്ട. ഇത് നല്ല രസമുണ്ടല്ലേ? ഞാൻ നോക്കിക്കോളാം. അതെ, നമ്മുടെ വീട്ടിലെ സോഫയുടെ സ്പ്രിങ് പോയില്ലേ? ഒരു റിക്ലൈനർ നോക്കിയാലോ? റിക്ലൈനർ ഇപ്പോഴാകുമ്പോൾ 70% ഓഫ് ഉണ്ടെന്ന് ഇവിടെ. ആണോ? എന്നാ നീ നോക്ക്.
മാം ഡൈനിങ് ടേബിളിൻ്റെ സെഷൻ ആ സൈഡാണേ. കൊള്ളാം. 2 സീറ്റർ വേണോ 3 സീറ്റർ വേണോ? 2 സീറ്റർ മതി. മതിയല്ലേ? ഡാ ആ മാം ഇത് കൊള്ളാം. ഇത് വാങ്ങിച്ചാലൊന്നും ഒരു ആലോചന. എടാ TV കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഇത് എടുക്കണം എന്തിന്? നമുക്കേ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ മാറ്റാം. ഇവിടെ മാർബിളിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടെന്ന് ഈ കൊച്ചു പറഞ്ഞു. ആ എന്നാൽ അങ്ങനെ ചെയ്യാല്ലേ? വേണ്ടല്ലേ? ഇപ്പം അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? ഡൈനിങ് ടേബിൾ. നിനക്ക് റിക്ലൈനർ. രണ്ടും വാങ്ങാം. പ്രശ്നം തീർന്നല്ലോ. കുട്ടി ഒരു കാര്യം ചെയ്യും, അമ്മയെ കൊണ്ട് ഡൈനിങ് ടേബിൾ കാണിച്ചോളൂ. നീ ഇത് നോക്ക്. കൊള്ളാം. ഇതിൽ നിന്ന് കഞ്ഞി കുടിച്ചാലും ഒരു ഇറ്റാലിയൻ ഫീൽ കിട്ടും അല്ലേ മോളെ? മാഡം അപ്പുറത്ത് വുഡൻ കളക്ഷനും ഉണ്ട്, അല്ലാതെ സോഫ, ബെഡ്, വാർഡ്രോബ് അതിൻ്റെ കളക്ഷനും ഉണ്ട്. ഇതൊക്കെ ഒരു റൂമിൽ സെറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കി വാങ്ങാൻ പറ്റും. ആഹാ, ഇത് കൊള്ളാല്ലേ? ആ മലേഷ്യൻ കളക്ഷനാ. കട്ട പ്രീമിയം ലുക്ക് അല്ലേ? റിച്ച് ലുക്ക്. നീയേ എല്ലാം നോക്ക്, ഞാൻ ഇപ്പോൾ വരാം. മാഡം ഇത് ലിഫ്റ്റ് റിക്ലൈനറാ, അമേരിക്കൻ കളക്ഷൻ. ഈ പ്രായമായിട്ടുള്ളവർക്കൊക്കെ സോഫയിൽ ഇരുന്ന് എണീക്കാൻ ബുദ്ധിമുട്ടല്ലേ, ഇതാവുമ്പോൾ റിക്ലൈനർ തന്നെ അവർ ലിഫ്റ്റ് അപ്പ് ചെയ്തോളും. ഇതാ ഇതുപോലെ. സംഭവം അടിപൊളി. എടാ ശ്രീജിത്തെ, റിക്ലൈനർ ഇത് മതി. അമ്മ ഡൈനിങ് ടേബിളിലേ നോക്കണം എന്ന് പറഞ്ഞു. ഏതായാലും റിക്ലൈനർ വാങ്ങിക്കുന്ന സ്ഥിതിക്ക് ഈ മോഡൽ മതി. അല്ല അത് ഇത് ലേറ്റസ്റ്റ് ആണോ? സർ, ഞങ്ങൾ റോയൽ ഓക്കിൻ്റെ ട്രിവാൻഡ്രത്തെയും കോട്ടയത്തെയും ഷോറൂം സെയിൽസിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പാ. സോ കളക്ഷൻസും സ്റ്റോക്കും ഒക്കെ അപ് ടു ഡേറ്റാ. ആണല്ലേ? കണ്ട അപ്പൊ ഇത് മതി. നീ അവളുടെ അടുത്ത് വേറെ വാങ്ങിക്കണ്ടെന്ന് പറ. ഓ അത് മതി, ഇത് മതി. എല്ലാവരും ഇവിടെ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ് തോന്നുന്നത്. ദേവു, ഞാനേ അവിടെ ഒരു ഉഗ്രൻ റിക്ലൈനർ ഉണ്ട്, നല്ല കിടുക്കാച്ചിയായിട്ട്. നിങ്ങളുടെ അമ്മ പറഞ്ഞായിരിക്കും അല്ലേ? ഏയ് അമ്മ ഡൈനിങ് ടേബിൾ നോക്കുകയല്ലേ, ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. മാത്രമല്ല ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴേ നമ്മൾ സെലക്ട് ചെയ്ത റിക്ലൈനറിന്റെ കളറും നമ്മുടെ വീട്ടിന്റെ വാളിന്റെ കളറും തമ്മിലൊരു മാച്ച് ഇല്ല. സർ, അമ്മ നോക്കിയ റിക്ലൈനർ ബില്ല് ചെയ്യട്ടെ. വാങ്ങുന്നെങ്കിൽ ഞാൻ സെലക്ട് ചെയ്താൽ വാങ്ങിച്ചാൽ മതി. ഞാൻ നാട് വിട്ടു പോകാൻ പോണം. എങ്ങോട്ടാ സർ? ഏ അല്ല, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ഉണ്ട്. എൻ്റെ പൊന്നു വെച്ചേ ഒരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? അമ്മ പറഞ്ഞ റിക്ലൈനർ എടുത്താൽ അവൾ എന്നെ കൊല്ലും, ഭാര്യ പറഞ്ഞ റിക്ലൈനർ എടുത്താൽ അമ്മ എന്നെ കൊല്ലും. നിങ്ങൾ തന്നെ അവർ രണ്ടുപേരും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കൂ. മനസ്സിലായി സർ. സാർ പേടിക്കണ്ട, ഞങ്ങളിവിടെ ഫർണിച്ചർ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. വീട്ടിലൊന്ന് മെഷർമെന്റ് എടുത്ത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫർണിച്ചർ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് തരാം. അതുപോലെ മതി, അത് മതി. താങ്ക് യു. ആ മോളെ, ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അല്ലേ? ജയന്തി ചേച്ചി വീട്ടിലില്ല, അമ്പലത്തിൽ പോയിരിക്കുന്നു. ആകെ ക്ഷീണിച്ചല്ലോ മോളെ, എന്തു പറ്റി? എൻ്റെ മനസ്സിൽ സമാധാനം ഇല്ലെങ്കിൽ അത് ശരീരത്തിൽ അറിയാൻ പറ്റും. മോളെ വിഷമങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ആൻറ്റി ചെറിയ ചെറിയ പ്രശ്നമൊക്കെ എല്ലാ ഫാമിലീസിലും കാണൂലേ? ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെ പിന്നെ വലിയ പ്രശ്നങ്ങളാവണത് മോളെ. സത്യം പറയാമല്ലോ, ജയന്തി ചേച്ചി ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പം പണ്ട് അമ്മായിയും എന്നെ കഷ്ടപ്പെടുത്തിയതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരണത്. അതുകൊണ്ട് ഞാൻ മോളെ സൈഡാണ്. ശരി ആൻറ്റി, ഞാൻ പിന്നെ മാക്സിമം കൺട്രോൾ ചെയ്ത് പോണേണ്. ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്നാലേ അവസാനം നീ ഈ വീട്ടിൽ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. പിന്നെ ശ്രീജിത്ത് ഒരു അമ്മ മോനാണ്. മോൾ ഈ കുടുംബത്തിൽ വന്ന് കയറിയതിന് ശേഷമാണ് ശ്രീജിത്തിന് ഈ മാറ്റം. അതുകൊണ്ടാണ് ഈ ജയന്തി ചേച്ചി ഇങ്ങനെ ഇരുന്ന് ചൊറിയുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് ആൻറ്റി? നാണക്കേട് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അച്ഛനടുത്തും അമ്മയടുത്തും പോലും ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്, ശ്രീജിത്ത് എൻ്റെ സൈഡാണോ അത് അമ്മയുടെ സൈഡാണോ? അതെന്തായാലും നന്നായി മോളെ. ശ്രീജിത്ത് അവൻ്റെ അമ്മയുടെ സൈഡിലോട്ട് പോകാതെ മോള് നോക്കിക്കൊള്ളണം. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ എൻ്റെ സൈഡിലോട്ട് കൊണ്ടുവന്നുകൊണ്ടല്ലേ എനിക്ക് ജീവിത അവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയത്. ഞാൻ എൻ്റെ മോക്കെടുത്ത ഉപദേശമാണ് മക്കൾക്ക് തരണത്. ഈ ആൻറ്റിയെക്കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കല്ലേ മക്കളെ. എന്നിട്ട് മോളെ ലൈഫ് ഇപ്പം എങ്ങനെയുണ്ട്? അവൾ അന്തസ്സായിട്ട് അമ്മായിയമ്മയെ അടിച്ചിറക്കി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു വീടും എടുത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കില്ലേ. ആര് ഹാപ്പിയാണ് കാര്യമാണ് പറയണേ? ആ ചേച്ചിയായിരുന്നാ? പിന്നെ ചേച്ചി എല്ലാവരും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ജീവിക്കണേന്ന് ഞാൻ മോക്ക് ഉപദേശം കൊടുക്കായിരുന്നു. അത് നല്ലതാ.
ഉപദേശിച്ചോ. അങ്ങനെയാണെങ്കിൽ ആൻറ്റിയുടെ വേറെ ചിലരെയും കൂടെ ഉപദേശിക്കേണ്ടി വരും. ഒരാൾ വിചാരിച്ചാൽ മാത്രം കുടുംബം നന്നാവൂലല്ലോ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും പോയി. ശരി ചേച്ചി, വീട്ടിൽ ഒരുപാട് പണി കിടക്കുന്നു. അപ്പം നാളെ വരാമേ. ആ, നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. ഇത് എൻ്റെയും ഫേവറേറ്റ് സ്പോട്ടാണ്. രാത്രി നല്ല തണുപ്പാണ്. നമുക്ക് വീട് മാറണം. ഏ കൂടുതൽ ഞെട്ടാനൊന്നുമില്ല. ഞാനും നിന്റെ അമ്മയും ഒന്നിച്ചിനി ഒരു വീട്ടിൽ പറ്റൂല. കല്യാണം കഴിഞ്ഞ് 1 മാസം ആവണേനും ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും? അമ്മ ഇവിടെ ഒറ്റയ്ക്കിട്ട് എങ്ങോട്ട് മാറാൻ? എനിക്കതൊന്നും അറിയണ്ട. അമ്മയെ നോക്കാൻ വേണമെങ്കിൽ ഒരു മെയ്ഡിനെ വെക്കാം. വേണമെങ്കിൽ എൻ്റെ സാലറിന്ന് ഒരു ഷെയറും തരാം. പക്ഷെ ഒന്നിച്ചിനി ഒരു വീട്ടിൽ പറ്റത്തില്ല. പിന്നെ ഇത്രയും വലിയ വീടും കെട്ടിയിട്ടിട്ട് വാടകയ്ക്ക് വെളിയിൽ പോയി താമസിക്കാൻ പ്രാന്തല്ലേ? ഇടി നീയും അമ്മയായിട്ടുള്ള ഈഗോ മാറ്റി വെച്ചാൽ തീരാന്നുള്ള ചെറിയ പ്രശ്നങ്ങൾ ഈ വീട്ടിലുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടെ സമാധാനമായിട്ട് ഇവിടെ തന്നെ ജീവിക്കാം. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നീ നിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നടന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ ഒരു സൊല്യൂഷൻ. ചേട്ടാ വളരെ അർജന്റ് ആയിരുന്നു ചേട്ടാ. ആ മാക്സിമം ഈ ആഴ്ച സെറ്റ് ചെയ്യാൻ നോക്കണേ. ഹലോ, ആ ചേട്ടാ മറ്റേ കഴക്കൂട്ടത്തെ വീടിന്റെ കേസ് എന്തായി? ആ നമ്മൾ വേറെ നോക്കണുണ്ട്. ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് തന്നെ സെറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. ആ ശരി. ആ ഫോണിന്റെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കൂ. എനിക്ക് നിന്റെ സൗകര്യത്തിന് ഓരോ കാര്യം ചെയ്യാൻ പറ്റൂല. ആ കണ്ടോ സൗകര്യം പോലെ ഇരുന്ന് കണ്ടോ. കൂടിപ്പോയ ഒരാഴ്ച അതിനുള്ളിൽ എൻ്റെ ഭർത്താനെ വിളിച്ച് ഈ വീട്ടിൽ ഞാൻ ഇറങ്ങിയിരിക്കും. അങ്ങനെ നിന്റെ തോന്നിയാസത്തിന് ജീവിക്കാനേ എന്റെ മോനെ വിട്ടു തരൂല. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ കുടുംബം പിരിക്കാൻ നോക്കണവളെയാണല്ലോ എന്റെ മോന് കിട്ടിയത്. ആ വന്നാ കറക്റ്റ് സമയത്താണ് വന്നത്. എല്ലാം ചെയ്തിട്ട് പറഞ്ഞു കേട്ടില്ലേ, ഞാനാണ് കുടുംബം പിരിക്കാൻ നോക്കണേ. ഇവിടെ ഇനി ആരും കുടുംബം പിരിക്കാനും പോണില്ല, മാറി താമസിക്കാനും പോണില്ല. കണ്ടാടി, എന്റെ മോൻ എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ, ഞാൻ ഈ പറഞ്ഞ അമ്മയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ല, രേവതിയെ മനസ്സിലാക്കാതെ പറഞ്ഞതല്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. അവര് നിങ്ങളുടെ അമ്മയും കൂടെ വിചാരിക്കണം. ഇനിയും ഇതാണ് സ്വഭാവമെങ്കിലേ ഇനിയും പ്രശ്നം ഉണ്ടാവും. അവള് പറഞ്ഞേ കേട്ടില്ലേ? ഇത്രയും നാൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞാൻ കേട്ടു. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കും. ഇനി മുതൽ ഈ വീട്ടിൽ കുറെ നിയമങ്ങളുണ്ടാവും. അത് നമ്മളെല്ലാവരും ഒരുപോലെ അനുസരിക്കുകയും വേണം. നിയമങ്ങളാ? നീ എന്തൊരു തമാശ പറയണ? തമാശ അല്ലമ്മ. അമ്മയ്ക്കൊരു വിചാരമുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അമ്മയടുത്തുള്ള സ്നേഹം കുറഞ്ഞു. അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലമ്മ. ശരിയാണ്, അമ്മയാണ് എന്നെ ഇത്രയും നാൾ വളർത്തിയത്. എൻ്റെ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുത്തത് അമ്മയാണ്. പക്ഷെ ഇന്ന് എനിക്കൊരു ഭാര്യയുണ്ട്. അവൾ വേറൊരു കുടുംബത്തിൽ വേറൊരു സാഹചര്യത്തിൽ വളർന്ന പെണ്ണാണ്. അപ്പോൾ അവൾക്ക് ഈ വീട്ടിലൊരു സ്പേസ് കൊടുക്കേണ്ടത് എൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്വമാണമ്മ. അതിൻ്റെ അർത്ഥം അമ്മയുടെ അടുത്തുള്ള സ്നേഹം മുഴുവൻ എനിക്ക് പോയെന്നോ അമ്മ ഇനി എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ മകൻ എൻ്റേത് മാത്രമായിരിക്കണം എന്നുള്ള അമ്മയുടെ ചിന്തയുണ്ടല്ലോ, അത് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. പിന്നെ രേവു, നീ ഈ വീട്ടിൽ വന്നത് ഇവിടുത്തെ ഒരാളായിട്ടാണ്. നിനക്ക് ഫ്രീഡവും പ്രൈവസിയും ഒക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ അതൊരിക്കലും അമ്മയെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. അമ്മയ്ക്ക് വിഷമം തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം അമ്മ പറയുന്നതെല്ലാം കണ്ണുമൂട്ടി നീ അനുസരിക്കണമെന്നല്ല. അമ്മയ്ക്ക് പ്രായമായി, അതിൻ്റെതായ ചില ഇൻസെക്യൂരിറ്റീസ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ നീ ശ്രമിച്ചേ പറ്റും. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. അമ്മ കുറേ നാളായിട്ട് പാലിച്ചു പോരുന്ന ചിട്ടകളുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതുകൊണ്ട് നീ ഇനി കിച്ചണിലും പൂജാമുറിയിലും മാറ്റങ്ങളൊന്നും വരുത്താൻ നിൽക്കണ്ട. അതുപോലെ അവൾ ഞങ്ങളുടെ മുറിയിൽ വരുത്തുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ ഹാൾ ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും അമ്മ ഇടപെടണ്ട. അതൊക്കെ ചെയ്യാനുള്ള അവകാശം ഈ വീട്ടിൽ അവക്കും ഉണ്ട്. ഇനി ഇതിന് പുറമെ നിങ്ങളുടെ ഇടയിൽ വരുന്ന ചെറിയ പരിഭവങ്ങളും പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഒരു അമ്മയും മകളും എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ തമ്മിൽ പറഞ്ഞു തീർക്ക്. ഞാനെന്നല്ല, മൂന്നാമത് ഒരാളെ അതിൻ്റെ ഇൻവോൾവ് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ ഈ പറയുന്ന ആരെ പറ്റിയാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായി കാണുമല്ലോ. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് ആ ഷീലാൻ്റെ ഒറ്റ വ്യക്തിയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് വന്നിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും കുറ്റം പറഞ്ഞുകൊണ്ട്. ഞാൻ നല്ല 2 ഡോസ് കൊടുത്തിട്ടാണ് വന്നത്. ഇനി മേലാൽ അവർ ഈ വീട്ടിലെ കാര്യങ്ങൾ ഇടപെടാൻ വരില്ല. നമ്മളായിട്ട് അങ്ങോട്ട് കിന്നാരം പറയാൻ പോയിരുന്നാൽ മതി. നിങ്ങൾക്ക് രണ്ടാൾക്കും ശരിക്കും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമുക്ക് മൂന്നൂറും കൂടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ വീട്ടിൽ തന്നെ ജീവിക്കാം. അമ്മയുടെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾക്കിടയിൽ സാൻഡ്വിച്ചായി പോകുന്ന ഒരുപാട് ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് സൈഡ് പിടിച്ചാലും പണി കിട്ടും എന്നുള്ളതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരും ചില മിസ്റ്റേക്കുകൾ ഒഴിവാക്കി ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തേ പറ്റും.
അതായത് ഒരു കാരണവശാലും അമ്മയുടെ പ്രശ്നങ്ങൾ അതേപടി ഭാര്യയോടും ഭാര്യയുടെ പ്രശ്നങ്ങൾ അതേപടി അമ്മയോടും പറയാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അവർ രണ്ടുപേർക്കും ഇടയിലുള്ള അകൽച്ച കൂടത്തേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വ്യക്തമായ ബൗണ്ടറീസ് കൊണ്ടുവരിക. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഒരു സ്പേസ് ആ വീട്ടിലുണ്ടെന്നും ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അമ്മ തലയിടരുതെന്നും ഓപ്പണായി തന്നെ പറയുക. ഇനി ഭാര്യമാരോടൊരു കാര്യം, ഭർത്താവിന് അമ്മ എന്നും അമ്മ തന്നെയാണ്. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് അവർ നൈസായിട്ട് നിങ്ങളുടെ സൈഡിലോട്ട് വലിക്കണമെന്നൊരു ചിന്ത മൈൻഡിലുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയുക. പിന്നെ മെയിനായിട്ട് വീട്ടിൽ എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും അതിൽ മൂന്നാമതൊരാളെ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വീട്ടിൽ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും തമ്മിൽ കാണുന്നതേ ഇഷ്ടമല്ലെങ്കിൽ ആ വീട്ടിലെ എനർജി എങ്ങനെയായിരിക്കും? ആക്ച്വലി സന്തോഷത്തോടെ ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിന് പരസ്പരം ഒരു സ്നേഹവും ബഹുമാനവും ആ വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ മാത്രം മതി. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ കൊള്ളാം, പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതൊന്നും നടക്കൂല എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് മാറ്റുക. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന Royal Oak International Furniture, unbeatable price.